ഇതാണ് പയറും കായും ഉപ്പേരി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളിന്നൊരു പയറും ഉണക്കപ്പയറും കായും ഉപ്പേരിയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അതിനുവേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 സ്പൂൺ നെയ്യ്, ചട്ടി ഒന്ന് ചുഴറ്റിയിട്ട് ഈ നെയ്യ് എല്ലാ ഭാഗത്തേക്കാക്കി കഴിഞ്ഞാൽ ഈ ചട്ടിയിൽ നിന്നുള്ള ഈ പുക ഒന്ന് കുറഞ്ഞു കിട്ടും. അതിനുശേഷം 1 സ്പൂണ് കടുക്, കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു ഇതല വേപ്പില, അതിലേക്ക് ഒരു 4 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഇതെല്ലാം ചതച്ചത് ഇട്ടുള്ളൂ. എല്ലാം ഒരുമിച്ച് തന്നെ ഇടാം. തീ മാക്സിമം കുറച്ച് വയ്ക്കുക, ഇളക്കുക. ഈ ഉള്ളി ഒന്ന് മൂക്കാനായിട്ട് ഒരു 1/2 സ്പൂൺ ഉപ്പ്. ഞാൻ ഈ പയറും കായും ഷെറുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഒരു സ്പൂണ് ഈ പറഞ്ഞ ഉപ്പും അതുപോലെ ഒരു 1/2 സ്പൂണ് മഞ്ഞളും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ കൂടുതൽ ഉപ്പും സാധനങ്ങളൊന്നും ഇടുന്ന, ഒരു 1/2 സ്പൂണ് ഉപ്പ്, മഞ്ഞൾ ഇതിനകത്തേക്ക് ഇടുന്നില്ല. ഞാൻ ഇതിനകത്തേക്ക് ഇടുന്നത് ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി. ഒരു സ്പൂണ് മുളക്, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ 1 സ്പൂൺ ഇടുന്നുള്ളൂ. കാരണം 2 പച്ചമുളക് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇത് കൂടാതെ നമ്മൾ അവസാനം ചതച്ച മുളക് പൊടി ഇതിനകത്ത് ചേർക്കും. അപ്പോൾ അതുകൊണ്ട് എരിവുണ്ടാവും ഓൾറെഡി. അപ്പോൾ എരിവ് കൂടണ്ട. ഇളക്കുക. ഈ മസാലയ്ക്കൊന്ന് പൊടികളും ഒന്ന് മൂക്കണം. പ്രത്യേകിച്ച് മല്ലി മൂക്കണം. ഒന്ന് ഇളക്കുക. അത് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ പ്രഷർ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പയറും കായും, ചെറിയ വെള്ളം ഉണ്ടാവും. ആ വെള്ളത്തോട് കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കാം. അധികം വെള്ളമൊന്നും ഉണ്ടാകില്ല, ആവശ്യത്തിന് വെള്ളം മാത്രം ഇതിനകത്ത് ഒഴിച്ചിട്ടാണ് നമ്മൾ ഇതുണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അധികം വെള്ളമൊന്നും ഉണ്ടാവില്ല. ഉള്ള വെള്ളത്തോട് കൂടി തന്നെ ഈ പ്രഷർ കുക്ക് ചെയ്തിട്ടുള്ള പയറും അതുപോലെ കായും ഒരുമിച്ച് ഇതിലേക്ക് ഒരു 2 പ്രഷർ പയർ വെള്ളത്തിലിട്ട് 3 മണിക്കൂർ വെള്ളത്തിലിട്ടുള്ള പയറാണ്. അത് 2 പ്രഷർ പയർ മാത്രമായിട്ടും 1 കായ ഇട്ടിട്ടും വരുത്തിയിട്ടുണ്ട്. അതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പുമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഈ വെള്ളം നമുക്ക് വറ്റണം. നന്നായി ഇളക്കുക. വെള്ളമൊന്ന് വറ്റണം. വറ്റി കിട്ടാൻ മാത്രമേ തന്നെ നമുക്ക് ആവശ്യമുള്ളൂ. അതിൽ നമ്മുടെ ചെറിയ ചില പരിപാടി കഴിഞ്ഞാൽ കയറി തീ ഒന്ന് കൂട്ടി വയ്ക്കുക. അപ്പോൾ പെട്ടെന്ന് അത് വറ്റി കിട്ടും. അതായിട്ട് തീ കുറയ്ക്കാം. ചെറുതായിട്ടൊരു വെള്ളം ഉണ്ടാകണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നുകൂടി ഡ്രൈ ആവും. അപ്പോൾ അതുകൊണ്ട് വല്ലാതെ ഡ്രൈ ആവുന്ന നമ്മൾ ചോറിലേക്കാണ് കൂട്ടുന്നതെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങൾ ദോശയിലേക്ക് അങ്ങനെ ഇപ്പോൾ നോക്കിയതാണ്. ഉപ്പ് ഓക്കെയാണ്.
ചപ്പാത്തിയിലേക്ക് ദോശയിലേക്ക് വേണമെങ്കിൽ നിങ്ങളൊന്ന് ഈ ഒരു ലെവലിൽ കിട്ടാം. ചോറിലേക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് നനവ് വേണം. ഇതിനകത്തേക്ക് ചതച്ച മുളക്, ഉണക്കമുളക് ചതച്ചത് കുറച്ചിട്ട് കൊടുക്കും. കുറച്ച് മതി, നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇട്ടാൽ മതി. ഒന്നിളക്കുക. ഇതൊക്കെ തന്നെ അത് ഡ്രൈ ആയി. ഒന്ന് പരത്തിയിടുക, തീ ഓഫ് ചെയ്യുക. അടച്ചു വയ്ക്കും. ഇത്രയേ ഉള്ളൂ പയറും കായും ഉണ്ടാക്കുക.